ഇന്ന് നമ്മൾ കല്യാണത്തിന് വന്ന് പരിചയപ്പെട്ടതാണ്. എടക്കോലിക്കാരനാണ്. നമ്മുടെ കുഴമല കുരിശുമല എടക്കോലി എന്നുള്ള ആദ്യത്തെ എടക്കോലി എന്നുള്ള ഭാഗത്തിലെ നിങ്ങൾക്ക് കിഴക്കേപ്പുറത്ത് തമ്പിച്ചേട്ടനെയാണ് പരിചയപ്പെടുത്തുന്നത്. തമ്പിച്ചേട്ടനെ നിങ്ങൾക്കറിയാം, ചിലർക്ക് ഞങ്ങളൊക്കെ പാപ്പായുടെ മകനെന്ന് അറിയപ്പെടുന്നത് അല്ലേ? അങ്ങനെയാണ് നാട്ടിൽ അവിടെ എല്ലാവരും അറിയുന്ന പാപ്പായുടെ മകൻ പാപ്പായ്. അപ്പം ഇവിടെ വന്ന് അമേരിക്ക എത്ര വർഷമായിരുന്നു? ഞാനിപ്പം 36 ഇയേഴ്സായി. 36 വർഷമായി. എടക്കോലിലാണ് പഠിച്ചല്ലേ? എടക്കോലിൽ അന്ന് 7ാം ക്ലാസ് വരെ ഉള്ളൂ. ഹൈസ്കൂളില്ല. ഹൈസ്കൂള് അവിടെ പഠിക്കുള്ളൂ. ഹൈസ്കൂൾ ഉണ്ട്. അത് ഞാൻ അവിടെ ഒന്ന് പോയി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഹൈസ്കൂൾ അവിടെ വന്നത്. നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആരെങ്കിലും ഉണ്ട് എടക്കോലിൽ? ഇപ്പം 7 വരെ പഠിച്ചത് ആരെങ്കിലും? 7 വരെ പഠിച്ചത് ഒത്തിരി പേരുണ്ട് അവിടെ. നമ്മുടെ കൊല്ലന മകന് ഉണ്ട്, ബാലനുള്ള, അവരൊക്കെ എനിക്കൊന്ന് മരിച്ചു പോയി കേട്ടോ. ബാലനൊക്കെ മരിച്ചു പോയി ഓൾറെഡി. എൻ്റെ കൂടെ പഠിച്ചവർ. പള്ളി വേദപാഠം പഠിച്ചത് ആരെയും ഓർമ്മയുണ്ടോ? വേദപാഠം പഠിച്ചത് നമ്മുടെ ഒത്തിരി പേരുണ്ട്. വള്ളിപ്പടവിലുണ്ട്, നമ്മുടെ അനങ്ങനന്താനത്തോ അവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അത്ര വർഷങ്ങൾക്ക് 10-36 വർഷം അത് കഴിഞ്ഞില്ല. ഞാൻ എടക്കോലിൽ നിന്ന് പോകുന്നിട്ട് ഇപ്പോൾ ഒരു 45 വർഷം. കാരണം ഞാൻ എടക്കോലിൽ നിന്ന് പോകുന്നിട്ട് പിന്നെ വെളിയന്നൂരായിരുന്നു. വെളിയന്നൂരിൽ നിന്ന് പിന്നെ ഹൈദരാബാദിൽ പോയി. അവിടെ ഉണ്ടായിരുന്നത് 5-8 വർഷം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് US. ഞാനിന്ന് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ പരിചയപ്പെടുത്താൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് പോകുന്നവരാണ് ചേട്ടയൊക്കെ. ഇത്രയൊക്കെ ഓർത്തിരിക്കുന്നത് നന്ദി. പിന്നെ നമ്മൾ ഒരുപാട് വള്ളിപ്പടവിൽ നമ്മുടെ വള്ളിപ്പടവിൽക്കാരുണ്ട്. നമ്മുടെ കാമ്പറത്തെ ജോസ് കുഞ്ഞൊക്കെ മരിച്ചു പോയി. നമ്മുടെ ഗ്രൂപ്പിൽ ഞാനും ഒരേ ക്ലാസ്മേറ്റ് ആണല്ലേ? പിന്നെ ഒറ്റ ക്ലാസ്സിൽ ഞങ്ങൾ. പിന്നെ നമ്മുടെ ജോൺ സാറായിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നു അവിടെ എടക്കോല്ല. പിന്നെ ജോൺ സാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ള. പിന്നെ ജോൺ സാറിൻ്റെ മകന് ജോൺ അവർ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ഹാൻസൻ എൻ്റെ മടിയിലിരുത്തിക്കൊണ്ടോ ഞങ്ങൾ എക്സ്കർഷന് പോയിട്ടുള്ളൂ. ഹാൻസൻ്റെ ചേട്ടൻ ജോൺ ഉണ്ട്. അവർ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇന്ന് ആഡ് ചെയ്യുവാണ് തമ്പിച്ചേട്ടനെ. അപ്പം നിങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തണം. അത് മാത്രമല്ല, തമ്പിച്ചേട്ടൻ ഇവിടുത്തെ ന്യൂയോർക്കിൽ വന്നിട്ട് ന്യൂയോർക്കിൽ ഇവിടെ MTയിലെ ജോലിയായിരുന്നു അല്ലേ? സൂപ്പർവൈസർ അല്ലേ? സൂപ്പർവൈസർ. ഞാനിവിടെ ഒന്നും വലിയ നമുക്കൊന്നും വർത്തമാനം പറയാൻ പറ്റിയില്ലായിരുന്നു അന്ന്. ഇന്ന് സൂപ്പർവൈസർ എല്ലാം സൂപ്പർവൈസർ ആയിരുന്നു. നമ്മുടെ എടക്കോലി കുഴമല കുരിശുമല ഗ്രൂപ്പില് എടക്കോലിക്കാർ ഇത്രയും ഉള്ള ആരുമില്ല. അവിടെ സിറ്റിയിൽ ആരുമില്ല. സൂപ്പർവൈസർ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇല്ല. എല്ലാവരും സാധാരണ ജോലിക്കാരാണ്. സൂപ്പർവൈസർ ആയിട്ട് ജോലി ചെയ്യുന്നത് ആരും തമ്പിച്ചേട്ടൻ. അപ്പം മെഷീൻ അവിടെ തന്നെ ഏത് ടെക്നിക്കൽ? ഞാൻ ടെക്നിക്കൽ സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ എത്രയും എടക്കോലിൽ നിന്ന് ഇത്രയും ഉയർന്ന, അതായത് സിറ്റിയിൽ, ന്യൂയോർക്ക് സിറ്റിയിൽ. അപ്പം ഞാനൊക്കെ പരീക്ഷ തോറ്റു പോയോ? നമ്മൾക്കൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. അന്ന് നമുക്ക് ഒരു സാഹചര്യമില്ല. സാഹചര്യം പിന്നെ ആർക്കും സാഹചര്യം പഠിക്കണം എന്നുള്ള സാമ്പത്തികത്തിൻ്റെ അല്ലോ. നമ്മൾ പഠിക്കണം എന്നുള്ള ഒരു ഇവിടെ വന്നു കഴിഞ്ഞാണ് നമ്മൾ പഠിക്കാനുള്ള. നമുക്ക് എനിക്ക് തോന്നുന്നത് പാപ്പാച്ചേട്ടാണ് തോന്നുന്നത് ആദ്യത്തെ സുമ എടക്കോലി എടുത്തത്. എനിക്ക് തോന്നുന്നു വണ്ടി എടുത്ത എടക്കോലി സുമ എന്ന് അതൊക്കെ ഞാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എത്ര വർഷമായി. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ സിമ്പിളായിട്ട് ഇപ്പം തമ്പിച്ചേട്ടൻ സിമ്പിളായിട്ട് മോനെ വെളിയന്നൂർ കുറച്ച് നാൾ പഠിച്ചല്ലേ? വെളിയന്നൂർ ഉണ്ടായിരുന്നു. വെളിയന്നൂരല്ല, ആക്ച്വലി ഞാൻ വെളിയന്നൂർ പഠിച്ചില്ല. വെളിയന്നൂർ താമസിക്കുമ്പോൾ ഉഴൂരാണ് പഠിച്ചത്. ഉഴൂര ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് ഉഴൂര. പിന്നെ കോളേജ് ഉഴൂര്. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഹൈദരാബാദിൽ മൈഗ്രേറ്റ് ചെയ്തു. അവിടുന്ന് ടെക്നിക്കലായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് US പോന്നു. ന്യൂയോർക്കിലായപ്പോൾ 36 ഇയേഴ്സായി. വള്ളിപ്പടയിൽ നമ്മുടെ സിറിയാക്കൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ട്. സിറിയാക്ക് ഞാൻ ഒരുമിച്ച് പഠിച്ച എടക്കോലി സ്കൂളിൽ. പിന്നെ ജോസഫേട്ടനുണ്ട് മാത്തോളി നമ്മുടെ. പിന്നെ നമ്മുടെ ഒരാൾ മരിച്ചു പോയില്ല 2-3 വർഷം. ഒരു ബസ് ആക്സിഡന്റിൽ മരിച്ചു. അവർ ഞങ്ങൾ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച നല്ല മനുഷ്യനായിരുന്നു. അപ്പം എന്നതായാലും എൻ്റെ ഒരു അപ്പാപ്പനുമാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് പരിചയപ്പെടുത്താൻ നമ്മുടെ കുഴമല കുരിശുമല ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും പരിചയപ്പെടാനും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ചേട്ടാ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഇത് നമുക്ക് വളരെ സന്തോഷം കേട്ടോ. അച്ഛനെ പ്രത്യേകം അനുമോദിക്കുന്നു. ഗ്രൂപ്പ് നന്നായിട്ട് പോകുന്നു. വളരെ സന്തോഷം. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.